ഇപ്പോൾ കണ്ടതുപോലെ വളരെ സിമ്പിളായിട്ടും സ്മൂത്തായിട്ടുമുള്ള ടൈറ്റിൽ ഇൻട്രോസ് എങ്ങനെ പ്രീമിയർ പ്രോ ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ള വീഡിയോ ആണിത്. നിങ്ങൾ വീഡിയോയുടെ ടൈറ്റിലിൽ കണ്ടതുപോലെ വളരെ സിമ്പിളായിട്ടുള്ള ടൈറ്റിൽ ആനിമേഷൻസ് ആണ്. കാണാനും സിമ്പിളാണ്, അതുപോലെ ചെയ്തെടുക്കാനും സിമ്പിളാണ്. ബേസിക് ആയിട്ടുള്ള പ്രോപ്പർട്ടീസും കുറച്ച് കീ ഫ്രെയിംസും യൂസ് ചെയ്തിട്ടാണ് നമ്മളിത് ക്രിയേറ്റ് ചെയ്യുന്നത്. നിങ്ങൾ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ ടൈറ്റിൽ ഇൻട്രോസ് ക്രിയേറ്റ് ചെയ്യാനും ലോവർ തേർഡ് ക്രിയേറ്റ് ചെയ്യാനും എല്ലാം ഈ ടെക്നിക്ക് യൂസ് ചെയ്യാം. അതുപോലെ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ കമ്പൈൻ ചെയ്ത് നിങ്ങൾക്ക് എങ്ങനെ സ്വന്തമായിട്ട് ടൈറ്റിൽ ആനിമേഷൻസ് ക്രിയേറ്റ് ചെയ്യാമെന്നും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ പ്രീമിയർ പ്രോ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് ടൈറ്റിൽ ക്രിയേറ്റ് ചെയ്യാം. അതിനുവേണ്ടി നമുക്കിവിടെ ടൈപ്പ് ടൂൾ സെലക്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് സ്ക്രീനിൽ ഒരു ടൈറ്റിൽ ക്രിയേറ്റ് ചെയ്യാം. ഞാൻ സിനിമാറ്റിക് ടൈറ്റിൽ എന്ന് കൊടുക്കുവാണ്. ഓക്കെ, നമുക്കിനി ഇത് എഡിറ്റ് ചെയ്യണം. അതായത് ഇതിൻ്റെ ഫോണ്ട് ചേഞ്ച് ചെയ്യണം, ട്രാക്കിങ് ചേഞ്ച് ചെയ്യണം, സ്കെയിലൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യണം. അതിനുവേണ്ടി നമുക്ക് ഗ്രാഫിക്സ് വർക്ക് സ്പേസിൽ പോവാം. ഇനി നമ്മൾ ഈ ഒരു എസെൻഷ്യൽ ഗ്രാഫിക്സിൽ എഡിറ്റിൽ സെലക്ട് ചെയ്യാം. നമ്മുടെ സിനിമാറ്റിക് ടൈറ്റിൽ എന്ന് പറഞ്ഞ ടെസ്റ്റ് ഇവിടെ വന്നിട്ടുണ്ട്, അത് സെലക്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് ആദ്യം ഫോണ്ട് ചേഞ്ച് ചെയ്യാം. ഞാനിവിടെ ഏരിയൽ എന്ന് പറയുന്നൊരു ഫോണ്ടാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോണ്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഈ ഏരിയൽ എന്ന് പറയുന്ന ഫോണ്ട് ഡിഫോൾട്ടായിട്ട് നിങ്ങളുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾഡ് ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. ഞാൻ ഇവിടെ സ്റ്റൈൽ സെലക്ട് ചെയ്ത് നാരോ ആണ്. നമുക്ക് ഇതിൻ്റെ സ്കെയിൽ കുറച്ച് ഡിക്രീസ് ചെയ്യാം. ഞാൻ ഏകദേശം ഒരു 45 അല്ലെങ്കിൽ 50 ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് ട്രാക്കിംഗ് ഇൻക്രീസ് ചെയ്യാം. ഞാൻ ഇവിടെ ഒരു അറൗണ്ട് 450 ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് നമുക്ക് വെർട്ടിക്കലായിട്ടും ഹൊറിസോണ്ടലായിട്ടും അലൈൻ ചെയ്യാം സെൻറ്ററിൽ. ഇതാണ് നമ്മുടെ ടൈറ്റിൽ. നമുക്ക് ഗ്രാഫിക്സ് വർക്ക് സ്പേസിലുള്ള പരിപാടിയെല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് എഡിറ്റിങ്ങിലേക്ക് തിരിച്ചു പോകാം. എഡിറ്റിംഗ് വർക്ക് സ്പേസ് ഇവിടെ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ടൈറ്റിൽ. ഈ ഒരു ടൈറ്റിലാണ് നമ്മൾ ആനിമേറ്റ് ചെയ്തെടുക്കാൻ പോകുന്നത്. ആദ്യത്തെ ടൈറ്റിൽ ആനിമേഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് സ്കെയിലും ഒപ്പോസിറ്റി എന്ന് പറയുന്ന രണ്ട് പ്രോപ്പർട്ടിയാണ്. നമുക്ക് ഈ ടൈറ്റിൽ സെലക്ട് ചെയ്യാം. എന്നിട്ട് ഇഫക്റ്റ് കൺട്രോൾസിലേക്ക് പോകാം. ഇവിടെ നമുക്ക് സ്കെയിൽ ഇൻക്രീസ് ചെയ്യാനും ഡിക്രീസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനുണ്ട്. ഇവിടെ നമ്മൾ സ്കെയിൽ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡിക്രീസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഹൈറ്റും വിഡ്ത്തും യൂണിഫോം ആയിട്ടാണ് ഇൻക്രീസും ഡിക്രീസും ആകുന്നത്. അത് നമുക്ക് സെപ്പറേറ്റ് ആക്കണം. ഫസ്റ്റ് നമുക്കിതൊന്ന് റീസെറ്റ് ചെയ്യാം ഇതിൻ്റെ വാല്യൂ. അത് കഴിഞ്ഞ് ഇവിടെ യൂണിഫോം സ്കെയിൽ എന്ന് പറയുന്നൊരു ഓപ്ഷനുണ്ട്. അവിടെ ഒരു ബോക്സ് അൺചെക്ക് ചെയ്യുക. ഇവിടെ നോക്കുവാണെങ്കിൽ സ്കെയിൽ ഹൈറ്റ്, സ്കെയിൽ വിഡ്ത്ത്, നമുക്ക് ഹൈറ്റും വിഡ്ത്തും സെപ്പറേറ്റ് ആയിട്ട് ഇപ്പോൾ ഇവിടെ കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യത്തെ ആനിമേഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് പ്ലേ ഹെഡ് വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ കൊണ്ടുവെക്കാം. എന്നിട്ട് സ്കെയിൽ ഹൈറ്റ് എന്നുള്ള വാല്യൂ നമുക്ക് ഡിക്രീസ് ചെയ്ത് അത് 0 ആക്കാം. ഒരു കീ ഫ്രെയിം നമുക്കിവിടെ സെറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് എവിടെയാണ് നമ്മുടെ ഈ ഒരു ആനിമേഷൻ കംപ്ലീറ്റ് റിവീൽ ആകേണ്ടത് അവിടെ കൊണ്ട് പ്ലേ ഹെഡ് വെക്കാം. പ്ലേ ഹെഡ് അവിടെ കൊണ്ട് വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ വാല്യൂ 100 ആക്കാം. ഓക്കെ, ഇത് നമ്മൾ പ്ലേ ചെയ്ത് നോക്കുവാണെങ്കിൽ ഇങ്ങനെ സ്മൂത്ത് ആയിട്ടൊരു ആനിമേഷൻ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. നമുക്കിവിടെ ഒരു ലൂപ്പിംഗ് ഓൺ ആക്കിയിടാം. ഇവിടെ നമുക്കിവിടെ കൊണ്ട് പ്ലേ ഹെഡ് വെച്ചിട്ട് പ്രസ് ചെയ്യാം. സോ ഒരു ഔട്ട് പോയിൻ്റ് സെലക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു പ്ലേ ബാക്ക് ലൂപ്പ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഓൺ ആക്കിയിടാം. ഇപ്പോൾ ഇത് ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു വീഡിയോ ആ ഒരു ഇൻ പോയിൻറ്റിൻ്റെ ഔട്ട് പോയിൻറ്റിൻ്റെ ഇടയ്ക്ക് ഇരുന്ന് ഇങ്ങനെ ലൂപ്പ് ചെയ്തുകൊണ്ടിരുന്നുള്ളൂ. നമ്മളിതുപോലെ ആനിമേഷനൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നതൊക്കെ വളരെയധികം ഹെൽപ്ഫുള്ളാണ്. എനിക്ക് ഈ ഒരു ലൂപ്പ് പ്ലേ ബാക്ക് എന്നുള്ളൊരു ഐക്കൺ ഇവിടെ കാണാൻ പറ്റുന്നില്ലെങ്കിൽ ഈ പ്ലസ്സിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ആ ഒരു ഐക്കൺ കാണും. അത് ഡ്രാഗ് ചെയ്ത് നേരെ ഈ ഒരു ബോക്സിൽ കൊണ്ടിട്ടാൽ മതി. ഓക്കെ, ശരി. ഇനി നമുക്ക് ഈ ഒരു സ്കെയിൽ ഹൈറ്റിൻ്റെ കൂടെ നമുക്ക് ഒപ്പോസിറ്റിയും കൂടെ ആഡ് ചെയ്യാം. നമ്മൾ ഈ ഒരു ഇഫക്റ്റ് കൺട്രോളിൽ താഴോട്ട് വരുവാണെങ്കിൽ ഒപ്പാസിറ്റി എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാം. നമുക്ക് പ്ലേ ഹെഡ് സ്റ്റാർട്ടിങ്ങിൽ കൊണ്ടുവച്ചിട്ട് അതിൻ്റെ വാല്യൂ 0 കൊടുക്കാം. ഒരു കീ ഫ്രെയിം സെറ്റ് ചെയ്യാം. കുറച്ച് മുമ്പോട്ട് പ്ലേ ഹെഡ് കൊണ്ടുവന്നിട്ട് അതിൻ്റെ വാല്യൂ നമുക്ക് 100 കൊടുക്കാം. നമ്മളിത് പ്ലേ ചെയ്യുമ്പോൾ നല്ലൊരു ആനിമേഷൻ നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ടെക്സ്റ്റ് റിവീലായി കഴിയുമ്പോൾ അത് സ്റ്റാറ്റിക് ആയിട്ടാണ് നിൽക്കുന്നത്. അതിനൊരു മൂവ്മെൻറ്റ് കൊടുക്കാൻ വേണ്ടി നമുക്ക് വിത്ത് കൂടെ കീ ഫ്രെയിം ചെയ്തെടുക്കാം. അതിനുവേണ്ടി നമ്മൾ ഇഫക്റ്റ് കൺട്രോളിൽ വരുവാണെങ്കിൽ ഇവിടെ സ്കെയിൽ വിഡ്ത്ത് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാം. നമുക്ക് എവിടെ നിന്നാണോ ഒരു ആനിമേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത് അവിടെ കൊണ്ട് പ്ലേ ഹെഡ് വെക്കാം. എന്നിട്ടൊരു കീ ഫ്രെയിം സെറ്റ് ചെയ്യാം. കുറച്ച് മുൻപോട്ട് ഈ പ്ലേ ഹെഡ് മാറ്റിയിട്ട് അതിൻ്റെ വാല്യൂ കുറച്ച് ഇൻക്രീസ് ചെയ്യാം. ഞാനൊരു 105 ആണ് യൂസ് ചെയ്യുന്നത്. ആ കീ ഫ്രെയിം നമുക്ക് വീഡിയോയുടെ എൻഡിങ്ങിൽ കൊണ്ട് കൊടുക്കാം. ഓക്കെ, ഇത് നമ്മൾ പ്ലേ ചെയ്ത് നോക്കുമ്പോൾ കണ്ടോ ഒരു ആനിമേഷൻ ഇവിടെ കിട്ടിയിരിക്കുന്നതാണ്. നമ്മുടെ വീഡിയോ സ്കെയിലാകുന്ന ഒരു ആനിമേഷൻ നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു കീ ഫ്രെയിംസ് എല്ലാം സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ഓട്ടോ ബെസിയർ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഇത് നമ്മുടെ ആ ഒരു ആനിമേഷൻ കുറച്ചുകൂടെ സ്മൂത്ത് ആകാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. നമുക്ക് പ്രീമിയർ പ്രോയിൽ വെലോസിറ്റി സ്പീഡ് ഗ്രാഫ് അവൈലബിൾ ആണ്. അതുപയോഗിച്ച് നമ്മുടെ ആനിമേഷൻസ് സ്മൂത്ത് ആക്കാൻ കഴിയും. ഓക്കെ, ഇതാണ് നമ്മുടെ ഫസ്റ്റ് ടൈറ്റിൽ. നമുക്ക് ഇതിൻ്റെ പ്രിവ്യൂ ഒന്ന് കണ്ടു നോക്കാം. നമ്മൾ രണ്ടാമത്തെ ആനിമേഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഗോഷ്യൻ ബ്ലർ എന്ന് പറയുന്നൊരു എഫക്റ്റ് ആണ്. നമ്മൾ ഇഫക്ട്സിലേക്ക് പോവുകയാണെങ്കിൽ ഗോഷ്യൻ ബ്ലർ എന്ന് സെർച്ച് ചെയ്യാം. ഓക്കെ, ഇഫക്റ്റ് ഇവിടെ വന്നിരിക്കുന്നതാണ്. അത് നമുക്ക് ഡ്രാഗ് ചെയ്ത് ക്ലിപ്പിൽ കൊണ്ടിടാം. ഓക്കെ, ഇനി ഇഫക്ട്സ് കൺട്രോളിൽ വരുവാം. ഗോഷ്യൻ ബ്ലർ ഇവിടെ വന്നിരിക്കുന്നതാണ്. നമുക്ക് ഇതിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോ ടെക്സ്റ്റ് എല്ലാം നമുക്ക് ബ്ലർ ചെയ്യാൻ വേണ്ടി കഴിയും. ഇതാണ് ഇതിൻ്റെ ഒരു പർപ്പസ്. ഈ ഒരു ആനിമേഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് പ്ലേ ഹെഡ് ആദ്യം വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ കൊണ്ടുവരാം. എന്നിട്ട് ഇതിൻ്റെ വാല്യൂ നമുക്ക് ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് ഒരു കീ ഫ്രെയിം സെറ്റ് ചെയ്യാം.
എവിടെയാണ് നമ്മൾ ടെക്സ്റ്റ് റിവീൽ ആകേണ്ടത് അവിടെ കൊണ്ട് നമുക്ക് ആ ഒരു പ്ലേ ഹെഡ് വെച്ചിട്ട് ഇതിൻ്റെ വാല്യൂ നമുക്ക് 0 കൊടുക്കാം. ഓക്കെ, ഇത് നമ്മൾ പ്ലേ ചെയ്യുവാണെങ്കിൽ കണ്ടോ സ്മൂത്തായിട്ട് ഇങ്ങനെ ഒരു ആനിമേഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി കഴിയും. ഇതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് മുമ്പ് ചെയ്ത പോലെ തന്നെ ഒപ്പോസിറ്റിയും കൂടെ നമുക്ക് കീ ഫ്രെയിം ചെയ്ത് കൊടുക്കാം. നമ്മൾ ഇഫക്റ്റ് കൺട്രോൾ താഴെ വരുവാണെങ്കിൽ ഒപ്പോസിറ്റി എന്നുള്ള ഓപ്ഷൻ കാണാം. നമുക്ക് ഒപ്പോസിറ്റിയുടെ വാല്യൂലൊരു കീ ഫ്രെയിം കൊടുത്തിട്ട് അതിൻ്റെ വാല്യൂ നമുക്ക് 0 കൊടുക്കാം. നമ്മൾ പ്ലേ ഹെഡ് കുറച്ച് മുമ്പോട്ട് വെച്ചിട്ട് അതിൻ്റെ വാല്യൂ നമുക്ക് 100 കൊടുക്കാം. ഇത് നമ്മൾ പ്ലേ ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടെ സ്മൂത്തായിട്ടൊരു ഇഫക്റ്റ് നമുക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് മുമ്പ് ചെയ്ത ആ വിട്ടൂടെ നമുക്ക് ആനിമേറ്റ് ചെയ്ത് കൊടുക്കാം. ഇവിടെ യൂണിഫോം സ്കെയിൽ അൺചെക്ക് ചെയ്യാം. സ്കെയിൽ വിഡ്ത്തിൽ ഒരു കീ ഫ്രെയിം സെറ്റ് ചെയ്യാം. കുറച്ച് മുൻപോട്ട് വന്നിട്ട് അതിൻ്റെ വാല്യൂ 105 ആക്കാം. ഓക്കെ, ആ കീ ഫ്രെയിം കൊണ്ട് വീഡിയോയുടെ എൻഡിങ്ങിൽ വെക്കാം. ഇത് പ്ലേ ചെയ്യുമ്പോൾ നമുക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ആനിമേഷൻ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ സെക്കൻഡ് ടൈറ്റിൽ. നമുക്ക് ഇതിൻ്റെ പ്രിവ്യൂ ഒന്ന് കണ്ടു നോക്കാം. മൂന്നാമത്തെ ടൈറ്റിൽ നമ്മൾ മാസ്കിങ് ഉപയോഗിച്ചാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ മാസ്കിങ്ങിനെ കുറിച്ച് അറിയാത്തവർക്ക് ഞാൻ ബേസിക്കായിട്ട് അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞുതരാം. ഞാൻ ഇവിടെ ഒരു ക്ലിപ്പ് ഡ്രാഗ് ചെയ്ത് ടൈം ലൈനിൽ ഇട്ടിട്ടുണ്ട്. അത് നമുക്ക് സെലക്ട് ചെയ്തിട്ട് ഇഫക്റ്റ് കൺട്രോൾസിലേക്ക് പോകാം. നമ്മൾ ഇഫക്റ്റ് കൺട്രോൾസിൽ വരുവാണെങ്കിൽ ഒപ്പോസിറ്റിയുടെ താഴെ കുറച്ച് ഷേപ്സ് ഇവിടെ കാണാം. ഈ ഒരു ഷേപ്സ് യൂസ് ചെയ്താണ് നമ്മളൊരു വീഡിയോ മാസ്ക് ചെയ്തെടുക്കുന്നത്. മാസ്കിങ് ഉപയോഗിച്ച് നമ്മുടെ വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോയിലെ ഇഷ്ടമുള്ളൊരു പോർഷൻ നമുക്ക് മാസ്ക് ചെയ്തെടുക്കാം. എന്നിട്ട് ആ സെലക്ട് ചെയ്ത പോർഷനിൽ മാത്രം നമ്മൾ ഉദ്ദേശിക്കുന്ന ഇഫക്റ്റ് കൊടുക്കാൻ വേണ്ടി കഴിയും. ഇവിടെ എലിപ്സ് ടൂൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ എലിപ്സിൻ്റെ ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ഇവിടെ നമുക്കൊരു റെക്റ്റാങ്കിൾ ടൂൾ അവൈലബിൾ ആണ്. അതുപയോഗിച്ച് നമുക്ക് റെക്റ്റാങ്കിളിൻ്റെ ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. പിന്നെ പെൻ ടൂളും ഉണ്ട്. പെൻ ടൂൾ ഉപയോഗിച്ച് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ മാസ്ക് ചെയ്തെടുക്കാൻ വേണ്ടി കഴിയും. കണ്ടോ? ഓക്കെ, ഞാൻ ഈ തൽക്കാലം ഈ മാസ്ക് 1ഉം മാസ്ക് 2ഉം ഡിലീറ്റ് ചെയ്യുവാണ്. ഇവിടെ ഈ ഒരു മാസ്കിൽ കുറച്ച് പ്രോപ്പർട്ടീസ് കാണാം. മാസ്ക് പാത്ത് ഉപയോഗിച്ചാണ് നമ്മൾ ആനിമേഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ അത് ആ സമയത്ത് ഡിസ്കസ് ചെയ്യാം. പിന്നെ മാസ്ക് ഫെദർ, നമുക്ക് ഈ ഒരു മാസ്കിൻ്റെ ഫെദർ ഇൻക്രീസ് ചെയ്യാനും ഡിക്രീസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനുണ്ട്. ഓക്കെ, പിന്നെ ഒപ്പോസിറ്റി ഇൻക്രീസ് ചെയ്യാനും ഡിക്രീസ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. പിന്നീട് ഇതിൻ്റെ മാസ്കിൻ്റെ എക്സ്പാൻഷൻ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു മാസ്ക് ഇൻവേർട്ട് ചെയ്യാനുമുള്ള ഓപ്ഷനുണ്ട്. ഇതാണ് ബേസിക് മാസ്കിൻ്റെ പ്രോപ്പർട്ടീസ്. ഞാൻ ഒരു എഫക്റ്റ് ഡ്രാഗ് ചെയ്ത് നിങ്ങളിത് ചെയ്ത് കാണിക്കാം. നമ്മൾ കുറച്ച് മുമ്പ് ഉപയോഗിച്ച ആ ഒരു ഗോഷ്യൻ ബ്ലർ തന്നെ നമുക്ക് യൂസ് ചെയ്യാം. ഞാൻ ഡ്രാഗ് ചെയ്ത് ക്ലിപ്പിലിട്ടുണ്ട്. ഓക്കെ, അതിവിടെ വന്നിരിക്കുന്നതാണ്. നമുക്ക് ഈ ഒരു റെക്റ്റാങ്കിൾ ടൂൾ സെലക്ട് ചെയ്യാം. ഞാനിത് കുറച്ച് എക്സ്പാൻഡ് ചെയ്യുകയാണ്. എക്സ്പാൻഡ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ബ്ലർനെസ് എന്നുള്ള വാല്യൂ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കാണാം നമ്മൾ ആ ഒരു സെലക്ട് ചെയ്ത പോർഷനിൽ മാത്രം ആ ഒരു എഫക്റ്റ് വന്നിരിക്കുന്നതാണ്. ഇങ്ങനെയാണ് നമുക്ക് മാസ്കിങ് ഉപയോഗിക്കുന്നത്. മാസ്കിങ്ങിനെ കുറിച്ച് നിങ്ങൾക്ക് ബേസിക്കായിട്ട് മനസ്സിലായെന്ന് കരുതുന്നു. ഇത് നമുക്ക് മൂന്നാമത്തെ ടൈറ്റിൽ ക്രിയേറ്റ് ചെയ്യാം. മാസ്കിങ് ഉപയോഗിച്ച് നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആനിമേഷൻസ് ക്രിയേറ്റ് ചെയ്യാം. ആദ്യം ഞാൻ ബേസിക് ആയിട്ടുള്ള കുറച്ച് ആനിമേഷൻസ് പറഞ്ഞുതരാം. ഇവിടെ നമ്മൾ ഈ ഒരു ടെക്സ്റ്റ് ടൈറ്റിൽ സെലക്ട് ചെയ്തിട്ടുണ്ട്. താഴെ വരുവാണെങ്കിൽ ഓപ്പോസിറ്റ് കാണാം. നമുക്ക് ആദ്യം ഒരു റെക്റ്റാങ്കിൾ ഷേപ്പ് സെലക്ട് ചെയ്യാം. എന്നിട്ട് ഈ ഒരു ടെക്സ്റ്റ് മുഴുവൻ നമുക്ക് മാസ്ക് ചെയ്തെടുക്കാം. ഈ 2 പോയിൻറ്റ്സും സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തിട്ട് നമുക്കത് എക്സ്റ്റെൻഡ് ചെയ്യാം. എക്സ്റ്റെൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു ഷിഫ്റ്റിലും കൂടെ ഹോൾഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് സ്ട്രെയിറ്റ് ലൈനിൽ ഇതുപോലെ മാസ്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി കഴിയും. ഓക്കെ, നമുക്ക് അതിൻ്റെ ഫെദർ കുറച്ച് ഇൻക്രീസ് ചെയ്യാം. ഫെദർ ഇൻക്രീസ് ചെയ്യുവാണെങ്കിൽ ഇതിപ്പം നമ്മൾ ഈ മാസ്ക് നമ്മുടെ ആ ടെക്സ്റ്റിൻ്റെ അവിടെ വെക്കുമ്പോൾ പറയാം വളരെ ഷാർപ്പ് എഡ്ജായിരിക്കും. കറക്റ്റ് ആ ഒരു ലൈനിൽ വഴി കട്ട് ചെയ്ത് പോകും. നമ്മൾ ഫെദർ ഇൻക്രീസ് ചെയ്യുവാണെങ്കിൽ അവിടെ കുറച്ച് സ്മൂത്ത്നെസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി കഴിയും. ഓക്കെ, ഇനി ഫെദർ നമുക്ക് ഇൻക്രീസ് ചെയ്യാം. ഓക്കെ, ഫെദർ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു മാസ്ക് പാത്ത് ആനിമേറ്റ് ചെയ്യണം. അതിനുവേണ്ടി നമുക്ക് ഈ ഒരു മാസ്ക് താഴെ കൊണ്ടുവെക്കാം. എന്നിട്ട് നമുക്ക് മാസ്ക് പാത്തിൽ ഒരു കീ ഫ്രെയിം സെറ്റ് ചെയ്യാം. ഓക്കെ, ഇനി എവിടെയാണ് നമ്മുടെ ആ ഒരു ടെക്സ്റ്റ് കംപ്ലീറ്റ്ലി റിവീൽ ആകേണ്ടത് അവിടെ കൊണ്ട് പ്ലേ ഹെഡ് വെക്കാം. പ്ലേ ഹെഡ് വെച്ചിട്ട് മാസ്ക് 1ൽ ക്ലിക്ക് ചെയ്യാം. ഈ ഒരു മാസ്ക് നമുക്ക് തിരിച്ചുകൊണ്ട് ടെക്സ്റ്റിൻ്റെ മുകളിൽ വെക്കാം. ഇത് നമ്മൾ പ്ലേ ചെയ്ത് നോക്കുവാണെങ്കിൽ നമുക്ക് വളരെ സ്മൂത്ത് ആയിട്ടുള്ളൊരു ഇൻട്രോ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇതിപ്പം ഈ ഒരു മാസ്ക് ഭാഗത്ത് നമ്മൾ താഴെ നിന്ന് മുകളിലോട്ട് വരുന്ന രീതിയിലാണ് ആനിമേറ്റ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്കത് വേറെ രീതിയിലും ആനിമേറ്റ് ചെയ്യാം. ഒരു എക്സാമ്പിളൂടെ ഞാൻ കാണിച്ചു തരാം. മാസ്ക് 1 നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ഡിലീറ്റ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് മുമ്പ് ക്രിയേറ്റ് ചെയ്തതുപോലെ തന്നെ ഒരു മാസ്ക് നമുക്ക് ആ ഒരു ടെക്സ്റ്റിൻ്റെ ചുറ്റും ക്രിയേറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ഒരു മാസ്കിൻ്റെ പൊസിഷൻ ഈ ഒരു സ്പേസിൽ കൊണ്ടുവെക്കാം. എന്നിട്ട് പാത്ത് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, കുറച്ച് മുൻപോട്ട് നമുക്ക് ആ ഒരു പ്ലേ ഹെഡ് മാറ്റിയിട്ട് മാസ്ക് 1 സെലക്ട് ചെയ്തിട്ട് വീണ്ടും ആ ടെക്സ്റ്റിൻ്റെ മുകളിൽ കൊണ്ട് മാസ്ക് വെക്കാം. ഇനി നമ്മൾ പ്ലേ ചെയ്ത് നോക്കുവാണെങ്കിൽ നമുക്ക് വളരെ ഡിഫറെൻ്റ് ആയിട്ടൊരു ആനിമേഷൻ കിട്ടിയിരിക്കുന്നതാണ്. ഓക്കെ, ഇതുപോലെ നിങ്ങൾക്ക് മുകളിൽ നിന്ന് താഴോട്ടോ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടോ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ടോ ഏതൊരു ഡയറക്ഷനിൽ വേണമെങ്കിൽ ഈ ഒരു മാസ്ക് ആനിമേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി കഴിയും. ഇനി നമുക്ക് മാസ്കിങ് ഉപയോഗിച്ച് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ഇൻട്രോ ക്രിയേറ്റ് ചെയ്തെടുക്കാം. അതിനുവേണ്ടി നമുക്ക് ഈ ഒരു മാസ്ക് 1 ഡിലീറ്റ് ചെയ്യാം. ഡിലീറ്റ് ചെയ്തിട്ട് ഈ പെൻ ടൂളാണ് ഈ ഒരു തവണ നമ്മൾ യൂസ് ചെയ്യുന്നത്. പെൻ ടൂൾ സെലക്ട് ചെയ്തിട്ട് നമുക്ക് റാൻഡം ആയിട്ടൊരു ഷേപ്പ് വരയ്ക്കാം. ആ ടെക്സ്റ്റിലൂടെ എന്തെങ്കിലും ഒരു റാൻഡം ആയിട്ടൊരു ഷേപ്പ് ഞാൻ ഇവിടെ വരച്ചെടുക്കുവാണ്. നിങ്ങൾക്കിവിടെ കാണാം. ഇനി നമ്മളിവിടെ മാസ്ക് ഫെദർ കുറച്ച് ഇൻക്രീസ് ചെയ്യാം.
എന്നിട്ട് ഇവിടെ നമ്മൾ ആനിമേറ്റ് ചെയ്യുന്ന മാസ്ക് ഭാഗത്തല്ല, അതുവരെ മാസ്ക് എക്സ്പാൻഷൻ എന്ന് പറയുന്നൊരു പ്രോപ്പർട്ടിയാണ്. നമുക്ക് പ്ലേ ഹെഡ് വീഡിയോ സ്റ്റാർട്ടിങ്ങിൽ കൊണ്ടുവരാം. മാസ്ക് എക്സ്പാൻഷൻ നമുക്ക് ഡിക്രീസ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ആ ഒരു ടെക്സ്റ്റ് കംപ്ലീറ്റ്ലി ഡിസപ്പിയർ ആകുന്നതോടെ വരെ നമുക്കത് ഡിക്രീസ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ടെക്സ്റ്റ് കംപ്ലീറ്റ്ലി പോയിട്ടുണ്ട്. നമുക്കൊരു കീ ഫ്രെയിം സെറ്റ് ചെയ്യാം. നമുക്ക് എവിടെയാണ് റിവീൽ ആകേണ്ടത് അവിടെ കൊണ്ട് പ്ലേ ഹെഡ് വെക്കാം. പ്ലേ ഹെഡ് വെച്ചിട്ട് മാസ്ക് എക്സ്പാൻഷൻ പതിയെ ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം, നമ്മുടെ ടെക്സ്റ്റ് വിസിബിൾ ആകുന്നോണം വരെ. ഓക്കെ, ഇനി നമ്മൾ പ്ലേ ചെയ്ത് നോക്കുവാണെങ്കിൽ കണ്ടോ, ഡിഫറെൻ്റ് ആയിട്ടൊരു ഇഫക്റ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ടൈറ്റിൽ. നമുക്ക് ഇതിൻ്റെ പ്രിവ്യൂ ഒന്ന് കണ്ടു നോക്കാം. ഞാൻ വീഡിയോയുടെ ഇൻട്രോയിൽ പറഞ്ഞിരുന്നു, ഈ വീഡിയോയിൽ പറയുന്ന ടെക്നിക്സ് കമ്പൈൻ ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള പോലെ ടൈറ്റിൽ ആനിമേഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ കഴിയുമെന്ന്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മളിന്ന് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ഒപ്പാസിറ്റി, സ്കെയില്, ഗോഷ്യൻ ബ്ലർ, അതുപോലെ മാസ്കിങ്ങുമാണ്. ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് പല രീതിയിലുള്ള ആനിമേഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി കഴിയും. ഈ ഒരു ടൈറ്റിൽ തന്നെ നമുക്കതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇവിടെ നമ്മൾ യൂസ് ചെയ്തത് മാസ്കിംഗ് ആണ്. ഇതിൻ്റെ കൂടെ നമുക്ക് ഗോഷ്യൻ ബ്ലറൂടെ ഒന്ന് യൂസ് ചെയ്ത് നോക്കാം. ഞാൻ ഗോഷ്യൻ ബ്ലർ സെലക്ട് ചെയ്യുവാണ്. ഓക്കെ, ഇനി നമുക്ക് ഡ്രാഗ് ചെയ്ത് ക്ലിപ്പിൽ കൊണ്ടിടാം. നമ്മൾ കുറച്ച് മുമ്പ് ആനിമേറ്റ് ചെയ്തതുപോലെ തന്നെ ആദ്യം നമുക്ക് ബ്ലർ വാല്യൂ ഇൻക്രീസ് ചെയ്യാം. എന്നിട്ടൊരു കീ ഫ്രെയിം സെറ്റ് ചെയ്യാം. കുറച്ച് മുമ്പോട്ട് പ്ലേ ഹെഡ് മാറ്റിയിട്ട് ബ്ലറിൻ്റെ വാല്യൂ നമുക്ക് 0 ആക്കാം. ഇത് നമ്മൾ പ്ലേ ചെയ്ത് നോക്കുവാണെങ്കിൽ കണ്ടോ, കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ടൊരു ആനിമേഷൻ നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നമുക്ക് ആ ഒരു വിഡ്ത്ത് കൂടെ ആനിമേറ്റ് ചെയ്ത് കൊടുക്കാം. പ്ലേ ഹെഡ് ഞാൻ ഇവിടെ വെച്ചു. യൂണിഫോം സ്കെയിൽ അൺചെക്ക് ചെയ്തു. വിഡ്ത്തിലൊരു കീ ഫ്രെയിം സെറ്റ് ചെയ്യാം. കുറച്ച് മുൻപോട്ട് മാറ്റിയിട്ട് അതിൻ്റെ വാല്യൂ നമുക്ക് 105 ആക്കാം. ഓക്കെ, അത് നമുക്ക് വീഡിയോയുടെ ലാസ്റ്റ് കൊണ്ടുവെക്കാം ആ കീ ഫ്രെയിം. ഇനി നമ്മൾ പ്ലേ ചെയ്ത് നോക്കുവാണെങ്കിൽ കണ്ടോ, കുറച്ചുകൂടെ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ആനിമേഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞ ടെക്നിക്സ് എല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് നിങ്ങൾക്ക് ഡിഫറെൻറ്റ് ആനിമേഷൻസ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ കഴിയും. ഈ ഒരു ആനിമേഷൻ്റെ പ്രിവ്യൂ നമുക്കൊന്ന് കണ്ടു നോക്കാം. നമ്മൾ ഇത്ര നേരം സംസാരിച്ചത് എങ്ങനെ ഒരു ടൈറ്റിൽ ഇൻട്രോ ക്രിയേറ്റ് ചെയ്യാമെന്നാണ്. ഇനി ഇതിൻ്റെ എൻഡിങ്ങോട് നമുക്കൊന്ന് ആനിമേറ്റ് ചെയ്തെടുക്കാം. അതിനുവേണ്ടി നമ്മളിപ്പോൾ ചെയ്ത കാര്യങ്ങളുടെ നേരെ ഓപ്പോസിറ്റ് ചെയ്താൽ മതി. നമ്മൾ താഴോട്ട് വരുവാണെങ്കിൽ നമുക്ക് ഓപ്പോസിറ്റ് ആദ്യം നമുക്കൊന്ന് ആനിമേറ്റ് ചെയ്യാം. നമുക്ക് പ്ലേ ഹെഡ് ഇവിടെ കൊണ്ടുവെക്കാം. ഓപ്പോസിറ്റിയുടെ വാല്യൂ 100 ആണ്. അവിടെ നമുക്കൊരു കീ ഫ്രെയിം സെറ്റ് ചെയ്യാം. കുറച്ച് മുമ്പോട്ട് ഈ ഒരു പ്ലേ ഹെഡ് മാറ്റിയിട്ട് അതിൻ്റെ വാല്യൂ നമുക്ക് 0 കൊടുക്കാം. ഓക്കെ, നമുക്ക് ഈ ഒരു കീ ഫ്രെയിം വീഡിയോയുടെ എൻഡിങ്ങിൽ കൊണ്ട് കൊടുക്കാം. ഇത് നമ്മൾ പ്ലേ ചെയ്ത് നോക്കുവാണെങ്കിൽ നമുക്ക് നല്ലൊരു ഔട്ട്രോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞു. നമ്മൾ ചെയ്ത അതേ കാര്യങ്ങളുടെ ഓപ്പോസിറ്റ് ചെയ്താൽ മതി. നമുക്ക് ഗോഷ്യൻ ബ്ലറും കൂടെ അങ്ങനെ ചെയ്ത് നോക്കാം. നമ്മൾ ടെക്സ്റ്റ് എവിടെയാണോ എൻഡ് ചെയ്യേണ്ടത് അവിടെ കൊണ്ട് നമുക്ക് പ്ലേ ഹെഡ് വെക്കാം. എന്നിട്ട് ഒരു കീ ഫ്രെയിം സെറ്റ് ചെയ്യാം. കുറച്ച് മുമ്പോട്ട് മാറ്റിയിട്ട് നമുക്ക് ബ്ലറിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം. ആ ഒരു കീ ഫ്രെയിം നമുക്ക് വീഡിയോയുടെ എൻഡിങ്ങിൽ കൊടുക്കാം. ഇനി നമ്മൾ പ്ലേ ചെയ്ത് നോക്കുവാണെങ്കിൽ കണ്ടോ, ആ ഒരു ഓപ്പോസിറ്റ് കിടക്കുന്നതുകൊണ്ടാണ് ക്ലിയർ ആയിട്ട് കാണാത്തത്. ഓക്കെ, ഇനി നമുക്ക് പ്ലേ ചെയ്ത് നോക്കാം. കണ്ടോ, നമുക്കങ്ങനെ ആ ഒരു ഔട്ട്രോ ആനിമേഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി കഴിയും. നിങ്ങൾക്കത് ഈസി ആയിട്ട് മനസ്സിലാവുന്നേ ഉള്ളൂ. ഇങ്ങനെയാണ് നമുക്ക് പ്രീമിയർ പ്രോ ഉപയോഗിച്ച് വളരെ സിമ്പിളായിട്ട് ടൈറ്റിൽ ഇൻട്രോസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി കഴിയുന്നത്. കാണാനും സിമ്പിളാണ്, ചെയ്തെടുക്കാനും സിമ്പിളാണ്. കുറച്ച് പ്രോപ്പർട്ടീസും കുറച്ച് കീ ഫ്രെയിംസും ഉണ്ടെങ്കിൽ ഇതെല്ലാം ഈസി ആയിട്ട് ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോയിൽ കാണാം. ബൈ.